guys, welcome back to new series. അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സർവൈവൽ ഇന്ന് കളിക്കാൻ പോകുന്നത്. സർവൈവൽ നമുക്ക് വേറെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ക്രിയേറ്റീവ് ആണ് കളിക്കാൻ പോകുന്നത്. അവിടെ എല്ലാ സാധനം ഉണ്ടാവും. അത് ഇപ്പം എടുത്ത് കാരണം നമ്മൾ കുറേ തീർന്നല്ലോ സാധനങ്ങളൊക്കെ, അതുകൊണ്ടാണ് ക്രിയേറ്റീവ് മോഡ് എടുത്ത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ ചാനലിൻ്റെ പേര് ഒരു തെറ്റ് പേരാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ വൈകാതെ മാറ്റുന്നതായിരിക്കും, എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ തീരുമാനിക്കുന്നുണ്ട്, ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഒരു ട്രീ ഹൗസ് ആണ് പണിയാൻ പോകുന്നത്. നല്ലൊരു കിട്ടില്ലൻ ട്രീ ഹൗസ് ആണ് ഈ ഒരു വീഡിയോയിൽ പണിയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ മരമാണ് ഞാൻ ട്രീ ഹൗസ് പണിയാൻ വേണ്ടി എടുത്തിരിക്കുന്നതാ, കാണിച്ചുതരാം. ദാ ഈ ഒരു കിട്ടില്ലം മരമാണ് ഞാൻ ട്രീ ഹൗസ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഈ ഒരു മരങ്ങൾ ഇലകളൊക്കെ പറിച്ചു എന്നിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഏത് വുഡ് എടുക്കാം? ഈ വുഡ് ആണ്, ഈ വുഡ് മതി അല്ലേ? അപ്പൊ നമുക്ക് ഈ വുഡ് എടുക്കാം. അപ്പൊ ഈ വുഡ് എന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പണിഞ്ഞെടുക്കാം. ഫസ്റ്റ് തന്നെ ഉടക്കുന്നു. ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പണിഞ്ഞ് പോണം ഗൈസ്. നമുക്ക് ഇവിടൊക്കെ നല്ലപോലെ പണിയാം. ഇത് ലാപ്ടോപ്പിലായതുകൊണ്ട് യൂസില്ല ഗൈസ്, അതുകൊണ്ട് നല്ല പണിയാണ്. ഇവരെന്നൊക്കെ വെട്ടിപ്പോണ്ട് പോകും. നമുക്ക് പണിഞ്ഞാണ് പണിയെടുക്കേണ്ടത്. അതുകൊണ്ട് വേഗം. നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഒന്നും ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് ഹെഡ്സെറ്റ് അല്ല, സോറി, മൈക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കാത്ത. മൈക്ക് വാങ്ങിക്കുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യാം. സൗണ്ട് ക്ലിയർ ഇല്ലെങ്കിൽ കമന്റ് ഇട്ടാൽ മതി ഗൈസ്. ഞാൻ ഉടൻ തന്നെ മൈക്ക് വാങ്ങിക്കുന്നതാണ്. നമുക്ക് ഇതിന്റെ പണി ആദ്യം നോക്കാം. ഒരു ചെറിയ ഒരു ട്രീ ഹൗസ് ആണ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയൊക്കെ കംപ്ലീറ്റ് ആയി കൊടുക്കാം. ഇത് നമുക്ക് സീരീസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സിന്റെ കൂടെയും കളിക്കും ഗൈസ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ സിംഗിൾ പ്ലെയർ ആണ് വെച്ചിട്ട്. അപ്പൊ നമുക്ക് സോറി, മൗസിന്റെ അകത്തോണ്ട് ഭയങ്കര പണിയാട്ടാ. മൗസ് ഇല്ലെങ്കിൽ ബട്ടൺസ് മാറിക്കും, അതാണ് പ്രശ്നം. ഓക്കെ, രാത്രിയാവും. രാത്രിയൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇവിടെ ഓരോന്നും നമുക്ക് മാറിപ്പോയി. ഇങ്ങനെ മാറിപ്പോയാൽ ഭയങ്കര പണിയായി. പിന്നെ മാറ്റണം, പിന്നെ ആദ്യം എടുത്ത് വയ്ക്കണം, ഭയങ്കര പണിയാ. ബാൽക്കണിയൊക്കെ ഉള്ള ട്രീ ഹൗസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യണേ. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് സൂവിന്റെ. നമ്മൾ സൂ ഉണ്ടാക്കുന്നതായിരിക്കും. അതിനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രീ ഹൗസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ട്രീ ഹൗസ് ഉണ്ടാക്കാം. ഇവിടൊക്കെ വച്ചെടുക്കുക. കണ്ട
ഓരോന്നും മാറിപ്പോകും ഗൈസ്. ബട്ടൺസ് മാറിപ്പോകും കേട്ടോ. എല്ലാം വെച്ചെടുക്കാം. ഇനി ഏത് ഗെയിം കളിക്കണമെങ്കിൽ കമന്റ് ഗൈസ്. എല്ലാ വീഡിയോയും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഒരു ന്യൂ യൂട്യൂബ് ചാനൽ പോലെ നമ്മൾ ന്യൂ വീഡിയോ എന്ന് പറയാം. ഫസ്റ്റത്തെ വീഡിയോ ഒന്നും ഗൈസ്. അപ്പൊ എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് പണി ഗൈസ്. എല്ലാം സെറ്റ് ആക്കാം. ഇന്ന് എഡിറ്റ് ചാലഞ്ച് ചെയ്യുന്നില്ല. കുറച്ച് എഡിറ്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഉണ്ട് മാച്ച് പോണം. അതൊക്കെ ഒരു വലിയ പണിയാണ് ഗൈസ്. എഡിറ്റിങ് സമയമില്ലാത്തതുകൊണ്ടാണ്. ഞായറാഴ്ചയെങ്കിൽ ഞാൻ കുറച്ചും എഡിറ്റ് ചെയ്തിട്ടിരിക്കും. അത് ഞായറാഴ്ച സ്കൂളില്ല. അതുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച ഞാൻ ബ്രേക്ക് എടുക്കുന്നത്. എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. അതിനൊരു ഇതില്ല. എല്ലാവരും കാണുക. അതാണ് ഞാൻ പറയാനുള്ളത്. അപ്പൊ നമ്മൾ 45 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 45 സബ്സ്ക്രൈബേഴ്സ് ആണ്. അടുത്ത നമ്മൾ 15 എത്താൻ പോണം. വേഗം എല്ലാവരും പവറായി സബ്സ്ക്രൈബ് ചെയ്ത ഗൈസ്. നിങ്ങളുടെ വേറെ ഒന്നും ചെയ്യുന്ന ഫോൺ എടുത്ത് താഴത്തൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ പോരെ. വേറെ പണിയൊന്നും തരുന്നില്ല ഗൈസ്. ഈ ഒരു ബട്ടൺ മാത്രം അമർത്താനുള്ള ഒരു പണിയാണ് ഞാൻ തരുന്നത്. അത് ചെയ്യാണ്ടിരുന്നാൽ നിങ്ങൾ ഒരു മടിയനായിപ്പോകും ഗൈസ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കാം. ഇനി കുറേ വീഡിയോ വരുന്നതായിരിക്കും. മൈൻക്രാഫ്റ്റിന്റെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലും വേറെ ഒരു വീഡിയോ ഇടുന്നില്ല. ഇട്ടു ഗൈസ്. ഇതെന്താ ഞാൻ ഇങ്ങോട്ട് പോണേ? സോറി ഗൈസ്, അറിഞ്ഞുപോയി. ആടാ ബട്ടൺസിന് ഞാൻ അടിച്ച് പൊട്ടിക്കട്ട കീബോർഡ്. എന്തൊരിതാത്. എന്തൊരിതാത്തിട്ട് മൗസ് ഇല്ലാത്തോണ്ട് പ്രശ്നം പീക്ക് ലെവലെത്തി. ഈ മരത്തിലാണ് നമ്മൾ പണിഞ്ഞ ഗൈസ്. സീനല്ലേ? ഇതൊന്ന് പഠിച്ചോളാം. എടാ പൊട്ടുന്ന സമയത്ത് പൊട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഇത്ര സൈസ് മതിയോ? എല്ലാം ഇനിയും പണിയണം ഗൈസ്. പണിഞ്ഞ് ഒരു ലെവലെത്തിക്കണം. ഇത് പാർട്ട് 2 ആവുമെന്നറിയില്ല. പാർട്ട് 1 ഇടും, പാർട്ട് 2 ഇടും ഗൈസ്. ഈ വീഡിയോ തന്നെ എല്ലാം കഴിപ്പിക്കാൻ നോക്കുന്നില്ല. കുറേ പണിയുണ്ട് ഗൈസ്. അതുകൊണ്ട് നല്ലപോലെ വർക്ക് ചെയ്യണം. ഇതെന്താ പറ്റിയേ? എന്തോ ഒരു പറ്റി ഗൈസ്. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതൊന്നും കാര്യാക്കണ്ട. നമ്മൾ നമ്മുടെ പണി നോക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത, മുകളിൽ FPS എല്ലാം ജങ്ക്സ് എല്ലാം കാട്ടും, എനിറ്റീസ് കാട്ടും, എന്തോരം കാട്ടും ഗൈസ്. അതൊന്നും എനിക്കറിയില്ല. മുകളിൽ എന്തോരം കാട്ടുന്നുണ്ട് എനിക്കറിയില്ല. നമ്പറൊക്കെ ഉണ്ട്, എനിക്കറിയില്ല ഗൈസ്. അതൊക്കെ ഒന്നും നോക്കണ്ട. നിങ്ങള് ഈ ഗെയിം മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മളെ കണ്ണ് പോയിപ്പോ. അതൊന്നും പറയുന്നില്ല. ഒന്നും വരാൻ പോകുന്നില്ല. മൈൻക്രാഫ്റ്റ് അല്ലേ കാണാൻ വന്നേ, അത് നന്നേ കണ്ടാ പോയി. ഉച്ചുള്ള സാധനങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട ഗൈസ്. ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റും, ഒന്നും കാര്യമാക്കണം. മൈക്ക് ഇല്ലാത്തോണ്ട് വലിയ പാടാട്ടെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നറിയാം. ഞാൻ സെറ്റപ്പ് ചെയ്ത് എല്ലാം ഓണാക്കി ഇട്ടിട്ടുണ്ട്. മര്യാദക്കൊന്നും എടുക്കടേ. ഇപ്പൊ പണിഞ്ഞ് നല്ല കൂട്ടപ്പനായി എടുക്കാനുണ്ട്. ബാക്കിയുണ്ട് പണിയൊക്കെ. ഇത്ര നീളമാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ നമുക്ക് മുകൾ കൂടി പണിയാം. ഈ ഒരു ഇത്ര ഭാഗം നമ്മൾ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി നല്ല പോലെ സെറ്റ് ചെയ്യണം. അതുകൊണ്ട്
ബാൽക്കണിക്ക് ആ ഒരു വ്യൂ കിട്ടിയിരിക്കുകയാണ്. ചെറിയ കുടുക്ക പോലത്തെ ഒരു വീടാണ് സെറ്റ് ചെയ്യണേ. അല്ല, ഒരു കുടുക്ക പോലത്തെ ഒരു കിടിലൻ വീടാണ് സെറ്റ് ചെയ്യണം. ലീഫൊക്കെ ഇടും ഗൈസ്. നല്ലപോലെ ഡെക്കറേറ്റ് മസ്റ്റാണ് ഗൈസ്. ഡെക്കറേറ്റ് ഒന്നും വിടുന്നില്ല, എല്ലാം ചെയ്തു. ഒരു കുഞ്ഞു വീടാണ് നമ്മൾ പ്ലാൻ ചെയ്യണേ. അപ്പൊ അതിൻ്റെ കുഞ്ഞു വീടുണ്ട് ഗൈസ്. ആ ഒരു കുഞ്ഞു വീടാണ് നമ്മൾ പ്ലാൻ ചെയ്യണേ. എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണുക മസ്റ്റ്. ഞാനിപ്പ എന്നെ കുറെ ആൾക്കാർ കളിയാക്കുന്നുണ്ട് ഗൈസ്. അതൊന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ ലക്ഷ്യം എവിടേക്കാണോ അവിടേക്ക് ഞാൻ തുടരും. നിങ്ങൾ എന്നെ കളിയാക്കുമ്പോ കളിയാക്കട്ടെ, ഒന്നും സാരമില്ല. ഇപ്പൊ ഞാൻ ഇത്ര വീഡിയോ ചെയ്തിട്ട് ഞാൻ വലിയ ഫ്യൂച്ചറിൽ വലിയ യൂട്യൂബർ ആണെങ്കിലോ നിങ്ങളെന്ത് പറയും? അതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ മേലാണ്. അപ്പൊ ഞാൻ അതിൻ്റെ ആ രീതിയിൽ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ പണി തയ്യാറായിട്ടില്ല. കുറെ അധികം പണി ബാക്കിയുണ്ട്. അടാ പൊട്ടിക്കൽ, ഇതാണ് പാട്. പൊട്ടിക്കും കഴിച്ച ഞാൻ ഇവിടെ വെച്ചോണ്ട് പോവാം. ഇത്രയൊക്കെ വച്ച് പോരെ ഗൈസ്. നമുക്ക് ഇതൊന്നും എത്ര നീളം വെക്കണം നോക്കാം. ഒരു ഇത്ര പോരാ, ഇത്ര പോരാ, ഇത്ര മതിയാ ഗൈസ്? ഇത്ര മതിയാന്ന് തോന്നും. എടാ വർക്കാവുന്നില്ല ഒരു സമയത്ത്. ഗ്ലാസ് ഒക്കെ ഇടുന്നതായിരിക്കും. മുകളിൽ മൊത്തം ഗ്ലാസ് ആട്ടാ. ട്രിയോസ് ഒരു വെറൈറ്റിക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ആ വെറൈറ്റി വേണ്ട, നല്ല വെറൈറ്റി ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം മര്യാദക്ക് പാടാ. എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ടെക്സഡോ സ്റ്റീവിന്റെ കുപ്പായം, സോറി കുപ്പായല്ല, ഒരു ബിസിനസ് മാൻ്റെ ലുക്ക് ഉണ്ട് ഗൈസ്. ആ മോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടുണ്ടാകും. അതിൻ്റെ കാര്യത്തിൽ പോയി ഒന്ന് കമന്റ് ഒരു എം എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി. ഞാൻ അയച്ചിരുന്നായിരിക്കും ഗൈസ്. ഇവിടെ നല്ലപോലെ സെറ്റ് ചെയ്യാം, സ്പീഡിൽ സെറ്റ് ചെയ്യാം. ഞാനൊന്ന് ഈ ഭാഗം തീർത്തിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ഭാഗം ഞാൻ എങ്ങനെയോ തീർത്തിട്ടുണ്ട്. ഇവിടെ ബാൽക്കണിയുടെ ബാൽക്കണി ഇപ്പുറത്താണ്. ഈ ഒരു സ്ഥലം ബാൽക്കണിക്കായി ഞാൻ വിട്ടിട്ടുണ്ട്. ഒരു ചെറിയ സ്ഥലം ബാൽക്കണിക്കായി. ഇനി മുകളിൽ ഗ്ലാസ് ഇടാം ഗൈസ്. മുകളിൽ ഗ്ലാസ് ഇടാം. നമുക്ക് ആ ബിൽഡിംഗ് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് സ്റ്റെയിൻഡ് ഗ്ലാസ്. ഓക്കെ, ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. മുകളിൽ മൊത്തം ഗ്ലാസ് ആണ്. ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. 6 7 ഓക്കെ, ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഗ്ലാസ് വെക്കാം. ഒരു കിടിലം സെറ്റപ്പാണ് ചെയ്യാൻ പോണേ. എന്തായാലും വീഡിയോ അതിന്റെ പാൻ ഒരു 10 മിനിറ്റ് ബാക്കിയുണ്ട്. അതൊന്നും ഓർക്കണ്ട ഗൈസ്, നമുക്ക് നമ്മുടെ കളിയിൽ ഫോക്കസ് ചെയ്യാം ഗൈസ്. ഇവിടെ ഗ്ലാസ് മര്യാദക്ക് എടുത്തോണ്ട് പോണം ഗൈസ്. ഇവിടെ ഗ്ലാസ് വേണം ഗൈസ്. ഇവിടെ എന്താ പോയേ? സാരം ഗ്ലാസ് എടുക്കാം. എടാ ഗ്ലാസ് ഒന്ന് പോവല്ലടാ ഗായ്സ്. ഇവിടെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് എടുക്കാൻ തന്നെ കുറച്ച് പണിയാട്ടോ.
കാരണം എന്താണെന്ന് അറിയോ? ഈ മൗസ് ഇല്ലാതെ നിക്കാവൂല ഗൈസ്. ഈ പാഡില് കൈ അമർത്തിക്കൊണ്ടിരിക്കണം ഗൈസ്. വരുന്നില്ല. അയ്യോ വാട ഇത് മര്യാദക്ക് തന്നെ എടുക്കാൻ പറ്റില്ല. എന്തൊരു പാടിത്. അല്ല പിന്നെ നമ്മള് തീർത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇവിടെ വാതിൽ വെക്കണം ഗൈസ്. വാതിൽ ഇപ്പൊ അവിടെ നിന്ന് കിട്ടാതാ. ഈ ഒരു തീമില് തന്നെ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വാതിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഇത് കൊണ്ടുവരാം. എന്താ നമ്മളെ ഇതല്ലേ എന്താ പറയാ, ഈ സാധനം ഫെൻസ് അല്ല സോറി. എവിടെ ഫെൻസ് ആണോ? ഇതാണോ? ഇത് തന്നെ ജംഗിൾ ഫെൻസ് ആണ് നമ്മൾ. ഇല്ല സോറി, സ്പ്രൗസ് എന്തോ ഒരു ഫ്രണ്ട്സ് ആണ് വെക്കാൻ പോകുന്നത്. 6 ഓക്കെ വെക്കാം. ഇത് തന്നെയാണ്. നമുക്ക് നല്ല തീം സെറ്റ് ചെയ്യാം. സീനോട്ടോ. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യണം. ഇവിടെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യണം. സോറി, എന്താടാ ഇവിടെ പൊളിഞ്ഞോണ. ഇത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതാണോ? വൈൻസ് ഇതെടുത്തിട്ട് ഇവിടെ ഇടാം. സാധനമൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇതൊക്കെ ഇതിന്റെ ആവശ്യമില്ല ഇനി. അപ്പൊ ഇതിടാം. എടാ ആവശ്യം വരില്ല എന്ന് പറയുമ്പോ ആവശ്യം. എന്തൊരു പാടാണിത്. ഇനി നമുക്ക് ഇത് വെക്കാം. അതിന്റെ മേലില് അല്ലേ എന്തൊരു പച്ചാണിത്. പൊട്ടിച്ചു. ഇത് പൊട്ടിക്കണല്ലടയ പാട്. വാങ്ങിച്ചിടാം. പിന്നെ കേട്ടോ ഒരു മുഞ്ചുണ്ട് കാണും. വേണ്ട, ഈ ഒരു സീന കിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഇട്ടോണ്ട് ഇവിടെ മണിയല്ലോ. ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് ഇങ്ങനെ തന്നെ ഇടാം. ഒരു തീം ഇടാം. ഒരു തീം ഫസ്റ്റ് തന്നെ ഇവിടെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികം അല്ല. ഇനി ഇവിടെ കൊണ്ടിടും. താഴത്തെ കൊന്നു. എടാ പൊട്ടിച്ച് കളയാൻ വന്നാണോ? പൊട്ടിച്ച് കളയാൻ ഒരുങ്ങി വന്നായി. അതൊക്കെ മതി. ഇനി നമുക്ക് അടുത്ത സെറ്റപ്പ് ചെയ്യാം. ബെഡും കാര്യങ്ങളൊക്കെ വെക്കാം. ലൈറ്റ് വേണ്ട ഗൈസ്. ലൈറ്റ് വേണ്ട. ലൈറ്റ് ഇപ്പോ ഇത് മതി ഗൈസ്. ഈ ഒരു തീം കിടക്കടാ. ഇനി നമുക്ക് എന്താ വയ്ക്കാ? ബെഡ് വയ്ക്കാം. ബെഡ് എവിടെ? ബെഡ് എവിടാ? ബെഡ് എവിടാ?
ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക. കിട്ടലും ബെഡ് മര്യാദക്ക് വാടന്നു. 2 ബെഡ് ഇവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ലൈറ്റ് വെക്കാം. എടാ മര്യാദക്ക് പണി ചെയ്യാൻ പോകുമ്പോ അവിടെ ലൈറ്റ് ഇല്ലായിരിക്കാം. മര്യാദ ഓക്കെ. നമുക്ക് പുറത്തൊന്ന് വെച്ചേക്കാം. പുറത്ത് ഇവിടെ ഒന്ന് വയ്ക്കാം. അവിടെ ട്രീ ഹൗസിന്റെ പണി എന്തായാലും പൂർത്തിയായിട്ടില്ല. അടുത്തൊരു പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതായിരിക്കും. പീസ്. ഒരു മിനിറ്റ് പോലെ ഈ വീടിന്റെ പാർട്ട് 1 ഇട്ടിട്ടു പാർട്ട് 2 വൈകാതെ വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന